ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം പാർട്ടി വെയർ കളക്ഷൻസ്. പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടും കേട്ടോ. ഒരു 1000 അബോവ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ഈ പാർട്ടി വെയർ കളക്ഷൻസിൽ. അതിൽ 1-2 പീസാണ് നമ്മൾ 1000 ഉള്ളിൽ പിക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ 1000 അബോവ്. അതും 3 പീസസ് സെറ്റ് ആയിട്ടാണ് മേടിച്ചിരിക്കുന്നത്, ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട. അപ്പം ഈ 1000 അബോവ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ പേടിയുണ്ടാവും, പാർട്ടി വെയർ ആണ്. അപ്പം അതിൽ ഈ 1000 കൊടുക്കണ കാശിന് എന്ന് വെച്ചാൽ 1000 മുകളിൽ കൊടുക്കുന്ന റേഞ്ചിനുള്ള അതിനുള്ളത് ഉണ്ട്. അതിന് വർക്ക്, അതിൻ്റെ ക്വാളിറ്റി, ആ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് മുതലാവുണ്ട്. അത് നമ്മൾ നോക്കണം, അതും കൂടി നോക്കണമല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ തുടങ്ങാം. ഏറ്റവും എന്താ പറയുക, എവർഗ്രീൻ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സാധാരണ കോമൺ കളർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന് ബ്ലാക്ക് തന്നെ പിടിച്ചോട്ടെ നമുക്ക്. അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ട് തുടങ്ങാം. 3 പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. ഇനി ഇത് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടാണ്. ഇൻഡോ ഇറ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് കുർത്തീസിൽ വെച്ച് നോക്കുമ്പോൾ കേട്ടോ. ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ കുറച്ച് ടോപ്പായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ബ്ലാക്ക്. ഇനി ഇതിൽ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു A-ലൈൻ കുർത്തിയാണ് കേട്ടോ വരുന്നത്. A-ലൈൻ കുർത്തിയിൽ യോക്കിൽ വരുന്ന വർക്ക് വീനെക്കാണ്. അതുപോലെ യോക്കിൽ കേട്ടോ ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ എംബ്രോയ്ഡറി വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ കാണുന്ന പോലത്തെ എംബ്രോയ്ഡറി അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ച് സ്റ്റാൻഡേർഡ് റിച്ച് ഔട്ട്സ്റ്റാൻഡിങ് ലുക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഡിസൈനിൽ കിട്ടുന്നുണ്ട്. ലേസിൻ്റെയും ക്വാളിറ്റി, അതുപോലെ അതിൻ്റെ ആ ഒരു വർക്ക് മൊത്തത്തിൽ ആ ഒരു പൈസ കൂടുതലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇതിൽ നമുക്ക് സ്ലീവ് വരുന്നത് 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ ലേസും എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഈ ഒരു എൻഡ് പോർഷനിൽ വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെടുത്ത് കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു ഫീല് നമുക്ക് തോന്നും. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ് വരുന്നത്. അതിൻ്റെ അടിയിൽ ഈ സെയിം നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്ന വർക്കില്ലേ, ആ ഒരു വർക്ക്, ആ വർക്കല്ല ഏകദേശം ആ വർക്കൊക്കെ തന്നെ ആ വർക്ക് തന്നെയാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. അതിൽ ഓർഗൻസര മെറ്റീരിയലാണ് ഈ ഫുൾ വർക്ക്, ലേസും എല്ലാം കൂടിയിട്ടായിട്ട് ഇൻക്ലൂഡായിട്ട്. പിന്നെ ഈ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഞാനിനി സംശയം തീരണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് നോക്കിയത്. സിൽക്ക് ബ്ലെൻഡഡ് മെറ്റീരിയൽ, പക്ഷെ ഭയങ്കര നല്ല ഒഴുകി കിടക്കുന്ന സോഫ്റ്റ് മെറ്റീരിയൽ ഇല്ലേ, ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഫീൽ ചെയ്യണത്. ഓവറോൾ ഈ മെറ്റീരിയൽ ഭയങ്കര സൂപ്പർ ആട്ടോ. ഇതാണ് ആറ്റം നമ്മുടെ ഈ ഒരു ഹോളിലത്തെ ആറ്റം ടോപ്പ് റേഞ്ച് എന്ന് പറയണത്. ഏറ്റവും ടോപ്പ് റേഞ്ച് ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ്, വർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ഇതിൻ്റെ പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതിൽ ഫുൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. പാൻറ്റ് പ്ലെയിൻ അല്ല, അതിൻ്റെ അടിയിൽ വേഡത്തിൻ്റെ അവിടെയും വർക്ക് വന്നിട്ടുണ്ട്. ഇതാ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയലാണ്. സിൽക്ക് മെറ്റീരിയൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ആ സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെ വരും കേട്ടോ. വെടുത്ത് ഇത്രയ്ക്ക്. ഇത് എൻ്റെ കൂടെ ഇതിൻ്റെ ദുപ്പട്ട, ഓ അമേസിങ്. ഇതാ ബ്ലാക്കിൽ ഫുൾ ഇങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റ്. അതും ഇതിൻ്റെ ദുപ്പട്ടയും ക്വാളിറ്റി സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയാണ്. ഇത് ഓർഗൻസ മെറ്റീരിയൽ തന്നെ, നല്ല ടൈപ്പ് ഓർഗൻസ് ഇല്ലേ, നല്ല ഹൈ ക്വാളിറ്റി ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ആട്ടോ. ഇങ്ങനെ ഒഴുകി കിടക്കുന്ന നോർമൽ ഓർഗൻസ എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുക, അങ്ങനെയല്ല. ഇത് കുറച്ച് സോഫ്റ്റ് ഒഴുകി കിടക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഫുൾ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് 3 പീസിൻ്റെ ഒരു സെറ്റ് വരുന്നത്. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുന്നത് ലാർജ് എനിക്ക് പെർഫെക്റ്റ് സൈസാണ്. ഇനി ഇതിൽ കളർ ചേഞ്ചിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, റെഡ്, മെറൂൺ, അങ്ങനെ ഒരു ഇതിൻ്റെ ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8ഓളത്തോളം ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ സെയിം റേഞ്ച് തന്നെയായിരിക്കും, പക്ഷെ അതിൽ ഇപ്പം ഈ ഒരു വർക്കിൽ തന്നെ നമുക്ക് റെഡ്, മെറൂൺ അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അതുകൂടാണ്ട് ഡിഫറെൻറ്റ് വർക്കിൻ്റെയും നമുക്ക് ആ ഒരു ലിങ്കിൽ കയറി, അതിന് പറഞ്ഞാൽ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതന്നെ അടുത്തത് കാണിക്കാം. സെയിം ലിങ്കിൽ തന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതും കൂടി പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാണക പച്ച, നമുക്ക് മെഹന്തി ഷെയ്ഡ് ഇതൊക്കെ അല്ലേ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത് വിത്ത് ദുപ്പട്ട അടക്കം. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതാ ഇതും A-ലൈൻ കുർത്ത തന്നെയാണ്. ഇതും അതും വെച്ച് നോക്കുമ്പോൾ എന്നുവെച്ചാൽ ഇവരുടെ
യോക്കിൻ്റെ ആ ഒരു ലിങ്കിൽ കയറിയ എല്ലാത്തിൻ്റെയും യോക്കിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ A1 വർക്കാണ് വരുന്നത്. ഇതാ ഫുൾ വർക്ക് സൂപ്പർബാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഈ സെയിം ആ നേരത്തെ കണ്ട പോലെ അതിലിങ്ങനെയൊക്കെ കൊടുത്തിട്ടില്ലേ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഡിസൈൻ, നെക്കല്ല യോക്കിൻ്റെ ഡിസൈൻ കുറച്ച് മാറ്റമുണ്ട്. മറ്റേതെന്ന് പറയുമ്പോൾ ഇങ്ങനെ V ആയിട്ടാണ് വരുന്നത്. ഇതിൽ വരുമ്പോൾ നമുക്ക് ഒരു ചതുരൻ പോലെയാണ് വരുന്നത്. അപ്പോൾ രണ്ടിനും ക്ലോത്ത് സെയിം ആണ്. ഇതും സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത്. പാറ്റേൺ സെയിം ആണ്. ഇനി ഇതിൻ്റെ അടിയിലത്തെ വർക്കും ശരിക്കും ആ നെക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. ഓർഗൻസ മെറ്റീരിയലിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ലൂസ് പോലെ കിടക്കുന്നത്, അതിലും അത്യാവശ്യം നന്നായിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഒരു 100 രൂപ ഇതിന് കുറവുണ്ട് കേട്ടോ, ഈ ഒരു പച്ചയ്ക്ക്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് എന്ന് പറയണത് ഇതാ ഇതന്നെ സെയിം കളർ. അതിൽ വേസ്റ്റ് പോർഷൻ വരുന്നത് എലാസ്റ്റിക് ആണ് ഓവറോൾ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ എൻഡിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. വീനെക്കായിരിക്കും ഇത്, ഇപ്പോഴത്തെ ട്രെൻഡാണത് വീനെക്ക് എന്ന് പറയുന്നത്. ഓവറോൾ ഇപ്പോൾ എല്ലായിടത്തും വീനെക്കാണ് കേട്ടോ ഇത്തിരി കൂടുതൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട സെയിം നേരത്തെ കണ്ട ആ ഒരു മെറ്റീരിയൽ തന്നെ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഓർഗൻസയിൽ സോഫ്റ്റ് ഓർഗൻസ ഒക്കെ പറയില്ലേ, അതിൽ ഫുള്ള് ഇതുപോലെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ വർക്കാണ് കേട്ടോ ഗ്രീനിൽ വന്നിരിക്കുന്നത്. ഓവറോൾ ഭയങ്കര ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പിന്നെ കുത്തണം കേട്ടോ, പിന്നെ കുത്തിയില്ലെങ്കിൽ ഇത് വഴിയിൽ വീണ് പോകും. അപ്പോൾ ഇതാണ് 3 പീസിൻ്റെ സെറ്റ്. ഇതിൽ ഇൻഡോ ഇറ ബ്രാൻഡ്. ഇതിൻ്റെ റേറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഞെട്ടും, അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഇതിലത്തെ റേറ്റൊന്നുമല്ല, ഇതിനേക്കാളും റേറ്റ് കുറച്ച് കുറവാണ് കേട്ടോ. എന്ന് വെച്ചാൽ 1000 എബോവ് എന്തായാലും ഉണ്ട്, 1500 എബോവ് 500-600 ആ ഒരു റേഞ്ച് ഉണ്ട്. പിന്നെ ഇതൊരു ലീവ സർട്ടിഫൈ ആണ് മെറ്റീരിയൽ. ലീവ സർട്ടിഫൈ ആയിട്ടുള്ള ഈ തുണി നമുക്ക് കുർത്തീസൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ക്വാളിറ്റി സൂപ്പറാണ്. ലീവ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഇത് നല്ല ടൈപ്പ് ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ സെയിം ആ ഒരു ലിങ്കിൽ കയറുമ്പോൾ ഇനിയും നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാനുണ്ട്. ഇനി ബേജ് കളറിൽ ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ ഇത് സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. 3 പീസിൻ്റെ കോൺസെപ്റ്റാണ് കേട്ടോ വരുന്നത്. അടുത്തത് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമുക്കൊരു ബേജ് ഷെയ്ഡിൽ അതിൽ ഓവറോൾ ഇങ്ങനെ ഒരു കളർഫുള്ള് കുറച്ച് ഡിഫറെൻറ്റ് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇത്. ഫുൾ ഇപ്പോഴത്തെ ട്രെൻഡിയാണ്. അതിൽ വലിയ വർക്ക്, പിന്നെ യോക്കിൽ ഇതുപോലെ ത്രെഡ് വർക്ക്, ഗോൾഡൻ്റെ ത്രെഡ് വർക്കും പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിങ്ങും ഓവറോൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഇത് ഇടുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ദൂരത്തുനിന്നായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത്രയും നല്ല വർക്കാണ് വന്നിരിക്കുന്നത്. അടിയിൽ ഇങ്ങനെ വലിയ പ്രിൻ്റൊക്കെ വരുമ്പോഴേ ചിലവർക്ക് വലിയ പ്രിൻ്റ് ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് ചെറിയ പ്രിൻ്റ് ആയിരിക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാം നോക്കിയിട്ടൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ട്, പ്ലെയിൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിലും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതാ ബാക്കിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് എന്ന് പറയാനായിട്ട് ഒരു ടീൽ ഷെയ്ഡിലാണ് ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഷെയ്ഡ് കേട്ടോ സെയിം. അതിൽ പാൻറ്റ് അടിയിൽ വേറെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഇനിയിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി വെയർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ദുപ്പട്ട വരുന്നത് നമുക്ക് ഷിഫോണിൻ്റെ ദുപ്പട്ട പ്ലെയിൻ ആണ്. അതിൽ എൻഡിൽ ഇങ്ങനെ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡല്ല എന്ന് വെച്ചാൽ 2 സൈഡ്, ഒരു സൈഡ് ഇപ്പുറത്തും ഒരു സൈഡ് അപ്പുറത്തും, 4 സൈഡ് പാച്ച് വർക്ക് ഇല്ല കേട്ടോ, 2 സൈഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് ഏതാ ബ്രാൻഡ് എന്നറിയോ? ഗോസ്രിക്കി ബ്രാൻഡ്, നമ്മുടെ അന്യ ഡിസൈനർ ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡ്. ഇതിൽ ഞാൻ മേടിച്ചത് സൈസ് ലാർജ് പെർഫെക്റ്റ് സൈസ്. പെർഫെക്റ്റ് ആണ് കേട്ടോ, വേറെ സൈസിന് അങ്ങനെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗോസ്രിക്കി ബ്രാൻഡ് അല്ലെങ്കിൽ അന്യ ഡിസൈനർ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ഇതിന് ഞാൻ പറഞ്ഞില്ലേ 2 എണ്ണം അങ്ങോട്ട് റേറ്റ് കുറവിൻ്റെ പറ്റില്ല. അതിൽ ഒരെണ്ണമാണ് ഇത് കേട്ടോ, 650 ആ ഒരു റേഞ്ചിൽ അങ്ങോട്ട് വന്നിട്ടുള്ളത്. 650 ഇത്രയും നല്ല തുണി, ഇത് കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണ്, ഇത്രയും നല്ല മെറ്റീരിയൽ. അപ്പോൾ ഇനി നേരത്തെ നമ്മൾ ഇൻഡോ ഇറ ബ്രാൻഡ് കണ്ടില്ലേ, ആ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ തന്നെ ഒരെണ്ണോട് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ടത് നമ്മൾ A ലൈൻ കുർത്തീസാണ്, ഇപ്പം ഇത് സ്ട്രെയിറ്റ് കുർത്തിയാണ്. സ്ട്രെയിറ്റ് കുർത്തിയിൽ മറൂൺ ഷെയ്ഡിൽ ഇത് ഇത്രയും വർക്ക് വരുന്നുണ്ട് കേട്ടോ യോക്കിൽ.
അത്യാവശ്യം നല്ല വർക്ക്. പിന്നെ നെക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ വി കട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. പിന്നെ യോക്കിൽ വന്നിരിക്കുന്ന വർക്ക് പോലെ തന്നെ നമുക്ക് ഓവറോൾ ചെറിയ ചെറിയ ബൂട്ട വർക്കും നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഓർഗൻസയിൽ ഇങ്ങനെ ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ളത് പാൻ്റ് അല്ല, ഇത് ആക്ച്വലി പലാസോ ആണ്. പലാസോ അതിൽ വൺ സൈഡ് പ്ലെയിനും ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ആണ് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ് ഉണ്ടാവും. ഉണ്ട് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. ഇത് ഞാൻ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ദുപ്പട്ട ഭയങ്കര ഇങ്ങനെ സൂചി കുത്താണ്ട് നിൽക്കില്ല. അത് ഏത് നേരം ഇങ്ങനെ ഒഴുകി വീഴും. ഇത് നെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. നെറ്റിൻ്റെ മെറ്റീരിയലിൽ ഓവറോൾ ചുറ്റും ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. കട്ട് വർക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. കട്ട് വർക്കല്ല, ഇങ്ങനെ റാ ഇങ്ങനെ വർക്ക്, ഫുൾ ത്രെഡ് ഇങ്ങനെ എംബ്രോയ്ഡറിയുടെ വർക്ക്. അത് 2 സൈഡിലാണ്. പിന്നെ 1 സൈഡ് ഇങ്ങനെയാണ് ലേസാണ് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. വിഡ്ത്തും ലെങ്ത്തൊക്കെ കറക്റ്റ് പക്കയാണ്. ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും എല്ലാതും കറക്റ്റ് പക്ക പെർഫെക്റ്റ് സൈസ്. ഇനി പെർഫെക്റ്റ് സൈസ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ലെങ്ത്തും വിഡ്ത്തൊക്കെ ദുപ്പട്ടയിൽ പെർഫെക്റ്റ് ആണ്. പിന്നെ ടോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസാണ്. പിന്നെ ഇത്തിരി ലൂസായിട്ട് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. ലാർജാണ് സൈസ് മേടിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഒരു 3 പീസിൻ്റെ ഒരു സെറ്റ്. 3 പീസിൻ്റെ ഒരു സെറ്റിൽ ചന്തേരി മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു അനാർക്കലി മോഡൽ ആലിയ കട്ട് പോലെ തോന്നിക്കുന്ന വിധത്തിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂവും ഫോയിൽ പ്രിൻറ്റും ഇതിൻ്റെ വർക്കൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ യോക്കിൽ നമുക്ക് ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ അങ്ങനെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ ഈ ഒരു ഫുൾ പ്രിൻറ്റ് ഇങ്ങനെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും ഓവറോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു യോക്കാണ് കുറച്ച് പ്രത്യേകത. സാധാരണ ആലിയക്കട്ട് പോലെയല്ല, ആലിയക്കട്ട് പോലെ തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ഒരു അനാർക്കലി സ്റ്റൈലിൽ അത്യാവശ്യം നന്നായിട്ട് ഫ്ലയർ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ കേട്ടോ. 1 സൈഡ് പ്ലെയിനും ബാക്ക് സൈഡ് എലാസ്റ്റിക്. പിന്നെ പാൻറ്റിൻ്റെ എൻ്റെ സൈഡിൽ ഇത്രയ്ക്ക് വെടുത്ത് വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് ഇതിലും പോക്കറ്റ് ഉണ്ടാവണമല്ലോ. പോക്കറ്റ് ഉണ്ടോന്ന് ദുപ്പട്ട ഇല്ല കേട്ടോ. ഇതിൽ പോക്കറ്റില്ല. ഇതൊരു ഡിഫറെൻറ്റ് ബ്രാൻഡാണ്. ബ്രാൻഡ് ഒരു നെക്സ് അങ്ങനെ എന്തോ ഒരു ബ്രാൻഡാണ്. ബ്രാൻഡ് കാണാനില്ല. അങ്ങനെ എന്തോ വേറൊരു ബ്രാൻഡാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഇൻഡോര ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ അന്യ ഡിസൈൻ ഗോസ്രയ്ക്കൊന്നുമല്ല, ഒരു പുതുമയായിട്ടുള്ളത്. അതിൽ ദുപ്പട്ട വന്നിരിക്കുന്നത് ഷിഫോണിൻ്റെ ദുപ്പട്ട. സൈഡിൽ ഇങ്ങനെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ഇത് ചന്തേരി സിൽക്ക് മെറ്റീരിയൽ. അടിയിലത്തെ വരുന്നത് കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ. ഇത് ഏകദേശം ഒരു 1050 ആ ഒരു റേഞ്ച് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം മാത്രം അപ്പോൾ റേറ്റ് കുറവിൻ്റെ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇയറിങ്ങും കൂടി ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വലിയ ഇയറിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നെക്ലേസിനോട് അങ്ങനെ താല്പര്യമില്ല. ഇയറിങ്സൊക്കെ ഞാൻ കുറേ കളക്ഷൻസ് ഉണ്ട് ഇയറിങ്സിൻ്റെ. അത് വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നല്ല പ്രിറ്റി ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ബ്ലാക്ക് ഷെയ്ഡാണ്. അതിൽ ക്രിസ്റ്റൽ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അടിയിലത്തെ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഇങ്ങനെ ചെങ്ങല പോലെ ചെയിൻ പോലെ ഇങ്ങനെ വീണെടുക്കുന്നതാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ബ്ലാക്കും ഗ്രേയും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ്. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ബ്ലാക്കാണ് ഞാൻ പിക്ക് ചെയ്തത്. ബ്ലാക്ക് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും അത്യാവശ്യമുള്ള ഒരു കളറാണല്ലോ ബ്ലാക്ക്, റെഡ്, ഗ്രീൻ എന്നൊക്കെ പറയുന്നത്. ഇത് കൂടാണ്ട് ഒരുപാട് ഷെയ്ഡ്സ് ഈ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. ഒരു 8-9 ഷെയ്ഡ് അങ്ങോട്ട് ഇതിലുണ്ട് കേട്ടോ. ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട്, വൈറ്റ് സിൽവർ ഷെയ്ഡ് വരുന്നുണ്ട്, റെഡ് ഉണ്ട്. റെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്ലഡി റെഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ബ്ലഡിൻ്റെ കളറ്, ആ ഒരു കളറാണ്. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടമായത്, ബ്ലാക്ക്. അല്ല അത്യാവശ്യം ഈവെൻറ്റിനോ അല്ലെങ്കിൽ ഫങ്ഷൻസിനോ ഇതിപ്പോൾ പാർട്ടി വെയറുടെ ഒരു കളക്ഷൻ ആയതുകൊണ്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അടിപൊളി ഒരു കളക്ഷൻ അല്ലേ. അപ്പോൾ ഇത് ബ്രാൻഡ് വരുന്നത് യെല്ലോ അല്ല
യുബല്ല യെല്ലോന്നേ യുബല്ല ബ്രാൻഡിൻ്റെ ഒക്കെ ജ്വല്ലറീസ് ഞാൻ കുറേ യൂസ് ചെയ്യാറുണ്ട്. അതിലത്തെ ഒരു കളക്ഷനാണ് ഇത് വരുന്നത്. ഇതേപോലെ തന്നെ ഞാൻ ബോക്സിൽ സൂക്ഷിച്ച് വയ്ക്കില്ല, കാരണം ഇതിൻ്റെ അടിയിലത്തെ ചങ്ങല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്ന് വെച്ചാൽ ഒരു പേജ് ഓപ്പൺ ആവും. മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഫുൾ ലിങ്ക് കാണാം. ലിങ്ക് എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറിലായിരിക്കും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകും. ഇനി ഇത് കൂടാണ്ട് നമുക്ക് മേടിച്ച എല്ലാത്തിൻ്റെയും പ്രൈസ് വിത്ത് പിക്ചർ കാണണം എന്ന് വെച്ചാൽ അതിൽ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇട്ടുണ്ടാവും. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പിക്ചർ വിത്ത് പ്രൈസ്, അതിന് ഏതാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ സെപ്പറേറ്റ് ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ആമസോൺ ഇങ്ങനെ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെന്ന് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെയിൽ വരുന്നത് നമുക്ക് 70% അപ് ടു ഓഫ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 16-നാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. അത് 20th വരെയാണ് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട കേട്ടോ. ഇപ്പോൾ സെയിലുള്ള സമയത്ത് എപ്പോഴും മേടിക്കട്ടെ. ഞാനിതൊക്കെ സെയിലില്ലാത്ത സമയത്ത് മേടിച്ചപ്പോഴാണ് ഈ റേറ്റ് വരുന്നത്. ഇപ്പോൾ സെയിലുള്ള സമയം നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും റേറ്റ് നന്നായി കുറയും. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം തന്നെ അത് വിസിറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക കുറഞ്ഞോ എന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈസി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻസും അവൈലബിൾ ആണ് ആമസോണിൽ. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ആമസോണിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഭയങ്കര പെട്ടെന്നാണ് റീഫണ്ട് കിട്ടായാലും പെട്ടെന്ന്, എല്ലാതും പെട്ടെന്നാണ്, ഒക്കെ പെട്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആമസോൺ കളക്ഷൻസ്. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.